90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. പാട്ടിന്റെ പൊൻകണി ഒരുക്കിയ പ്രേക്ഷകരുടെ കുട്ടിക്കുറുമ്പുകളുടെ സംഗീത വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാഗമഴയുടെ നിറസന്ധ്യയിൽ മനോഹര ഗാനവുമായി കോഴിക്കോട്ട് നിന്നും അമൃതവർഷിണി. വെൽക്കം അമൃതവർഷിണി ഓൺ സ്റ്റേജ്. കടലിൽ മൈലാഞ്ചി നേരം കൂടുമറന്നൊരു പ്രാവോ. സ്ലോ മോഷനിലൊക്കെ വന്നു. അബ്രോഡ്സ് ഇന്നൊരു ഡാൻസ് ചെയ്യുന്നൊരു ഫീല് കിട്ടി എനിക്ക്. ഡാൻസ് ഇല്ല, പക്ഷെ ആ കോസ്റ്റ്യൂം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഡാൻസിന്റെ ഒരു ഇത്. അതാണ് എന്റെ പ്രത്യേകത. ഒരു റോക്ക് ആൻഡ് റോൾ ഒക്കെ ചെയ്യാൻ പോകുന്ന പോലെ കൊച്ചു വാ തുറന്നു. ഏത് പാട്ടാണ്? എത്രയോ ജന്മമായി. അയ്യോ, അതിനൊരു പാവാടയൊക്കെ ഇട്ടുകൊണ്ട് വരണ്ടേ? ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്ന നല്ല അടിച്ചു പൊളിച്ചുള്ള പാട്ട് പാടണം ഇങ്ങനത്തെ കോസ്റ്റ്യൂമില്. ഒരു ചേഞ്ചിന് ഒരു വ്യത്യാസം ആയിക്കോട്ടെ, കുഴപ്പമില്ല. എത്രയോ ജന്മമായി. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ വേഷം. മോൾക്ക് നാടൻ വേഷം പോലെ തന്നെ മോഡേൺ വേഷവും ചേരുന്നുണ്ട്. താങ്ക് യു മാം. ലുക്ക് വെരി വെരി ബ്യൂട്ടിഫുൾ. സിനിമയിൽ ആരാ ഇതിൽ അഭിനയിക്കുന്നത്? ഇതില് കുറേ പേരുണ്ട്. മഞ്ജു വാര്യർ മാഡം, പിന്നെ അഞ്ച് വേറെ പെൺകുട്ടികളുണ്ട്. അതിലൊരാൾ ഇട്ടിരിക്കുന്ന വേഷം ഇതുപോലെയാണെന്ന് തോന്നുന്നു. എല്ലാവരും അതിൽ മോഡേൺ കോസ്റ്റ്യൂംസ് ആണ് അല്ലേ? മഞ്ജു അടക്കം എല്ലാവരും. എം ജി സാർ എന്റെ ഡ്രസ്സ് നന്നായിന്ന് പറഞ്ഞാല് മീനോട് ചേച്ചിന്റെ ഡ്രസ്സും സൂപ്പർ സൂപ്പറായി. അയ്യോ, പക്ഷേ ഉണ്ടല്ലോ, ആ ഡ്രസ്സോ നിങ്ങളിപ്പോ തുടങ്ങും. ചാണക കളറിലുള്ള ഇത് ചാണക കളറല്ല, ഇത് ചാര കളറാണ്. കോട്ടയത്തു നിന്ന് ആ പാലേന്ന് വെളുപ്പാങ്കാലത്ത് ഇട്ടോണ്ട് വന്നതാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അമറൂട്ട്സ്, എന്തോ നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സാർ. ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പലരും 100-50 മുകളിൽ ആൾക്കാർ പറയും ഈ പാട്ടാണ്. എത്രയോ ജന്മമായി. നല്ല മനോഹരമായിട്ട് നമ്മുടെ ശ്രീനിവാസും സുജാതയും കൂടാണ് പാടിയിരിക്കുന്നത്. വിദ്യാസാഗർ പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് പറയുന്നത്, ഒരു തൂവൽ സ്പർശം പോലാണ് ഈ പാട്ടിൻ്റെ ഒഴുക്ക്. അതുപോലെ തന്നെ നമ്മുടെ 12K വിസ്താരയിൽ മോള് കണ്ടില്ലല്ലോ, നീ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടു. എന്ത് മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ് ഇട്ടെന്നറിയാം. ഇത് സുഖമായിരുന്നു. നമ്മൾ ഈ പാട്ടും അതും കൂടെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പോകുന്ന ഒരു ഫീല്, അതായത് ആ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ പോയിരുന്നിട്ട് കേൾക്കുന്ന പോലെ ഒരു ഫീല് തോന്നും. നന്നായിട്ട് പാടി. മോളുടെ ടേക്ക് ഓഫ് എവിടെ തൊട്ടാണ് വന്നതെന്നറിയോ? അനുപല്ലവി തുടങ്ങി ഈറൻ നിലാവിൽ പരാഗം കഴിഞ്ഞ് എന്നെന്നും അതൊന്ന് പഠിക്കും. അതെ, അവിടെ തൊട്ടാണ് മോള് ലാസ്റ്റ് വരെ ഗംഭീരമാക്കി. തുടക്കത്തിലെ ആഡ്ലിപ്പ് ശ്രുതി പോയി, അത് തന്നെ പല്ലവി അങ്ങോട്ടൊരു ഗ്രിപ്പില്ലാതെ കിടന്നു മോ. ആ പല്ലവി കഴിഞ്ഞ് അനുപല്ലവിലോട്ട് കയറി 2 ലൈൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ ആള് മാറി. അമൃതക്കുട്ടി അങ്ങോട്ട് വെച്ച് ഫ്ലറഞ്ചി. ഉഗ്രം സിംഗിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല സുഖമായിട്ട് പാടി. ചരണവും അനുപല്ലവിയുടെ എൻ്റെ തൊട്ട് തുണ്ടുപല്ലവിയും ലാസ്റ്റിലും എല്ലാം ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നിയത് ആഡ്ലിപ്പ് വന്നില്ലേ, അത് ശ്രുതി കംപ്ലീറ്റ് വിട്ടു നിന്നു. അത് മോക്ക് പറ്റും. ഒന്ന് പാടി നോക്കി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. സബാഷ്. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. കറക്റ്റ്, കൃത്യം. ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ. അപ്പം മോക്ക് അറിയാം, കാരണം ഇത് പാടിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയാം. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് അത് പാടാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ 4 മിനിറ്റോ 5 മിനിറ്റോ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സാണ്. അത് മിസ്റ്റേക്കാണ്, കഴിവുകേടല്ല. ആ മിസ്റ്റേക്ക് ഞാനിപ്പോൾ ഒരു മിസ്റ്റേക്കായിട്ട് എടുക്കുന്നില്ല. കാര്യം എന്താണെന്നറിയോ, മോള് പാടി ഇതുപോലെ പാടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹത്തിന് ഒരു പ്രണാമം. കാരണം വേറൊന്നുമല്ല, എന്താ എഴുതി വെച്ചിരിക്കുന്നത്. സൂപ്പർ, എല്ലാം കൊണ്ടും വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. മോള് ഈ പാട്ടിനെ മനസ്സിലാക്കിയതാണ് അങ്കിളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഈ പാട്ട് ജസ്റ്റ് ട്യൂൺ മാത്രമല്ല, ഇതിൽ ഒരു
എക്സ്പ്രഷൻ ഉണ്ട് ഈ പാട്ടിന്. ഒരു പാടുന്നതിനായാലും കൂടുതൽ ഈ പാട്ട് കൺവേ ചെയ്യുന്ന ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് വരണമെങ്കിൽ ഈ ഇൻറ്റിമസിയോടെ തന്നെ മോളത് പാടണം. അതായത് വളരെ ചുരുക്കം പാട്ടുകാർക്കാണ് ഈ ഇൻറ്റിമേറ്റ് സിംഗിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ സുജാത ചേച്ചിയാണ് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഈ പാട്ട് പാടിയ സുജാത ചേച്ചിക്ക് ആദ്യം വലിയൊരു കയ്യടി. ഇതുപോലത്തെ എക്സ്പ്രഷൻസ് സുജു ചേച്ചിയുടെ വോയിസിൽ നിന്ന് ആ പാട്ടിൽ വന്നതാണ് ഈ പാട്ടിനെ എല്ലാവരുടെയും തലയിൽ നിന്നും മനസ്സിലേക്ക് നീക്കിയത്. അപ്പം എനിക്ക് മോള് പാടിയപ്പോഴും അതേപോലെ തന്നെ മോള് സുജു ചേച്ചി എന്തൊക്കെ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ടോ എല്ലാം വളരെ നന്നായിട്ട് തന്നെ മോള് കൊടുത്തു. ആ ഇൻറ്റിമേറ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് എന്നുള്ളൊരു മൂമെന്റ് ഇല്ലേ, അത് ഒരു പ്രാവശ്യം കൂടി കേൾക്കാൻ പറ്റും. മോള് പാട്ടിൽ പാടിയത് അതിമനോഹരമായിരുന്നു. ആഗ്രഹം കൊണ്ട് അങ്കിളിനെ കേൾക്കാനാണ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ആ ചെറിയ ചെറിയ സെമി ടോൺ മൂവ്മെന്റ് അത് അത്രയും രസമായിട്ട് മോള് പാടിയതല്ല, അത് വലിയൊരു കയ്യടി മോൾക്ക്. ഓവറോൾ അങ്കിള് വളരെ ഹാപ്പിയാണ് മോള് പാടിയതിൽ. ഇനിയും ഇതുപോലത്തെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമൃതവർഷിണി നന്നായിരുന്നു മോളെ, വളരെ നന്നായിട്ട് പാടി. നല്ല ഉഗ്രൻ സെലക്ഷൻ. ഒരു 70% ആൾക്കാർ ഈ പാട്ട് ഇഷ്ടം എന്ന് പറയുന്ന ശ്രീകുട്ടങ്ങൾ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് പ്രേമിക്കുന്നവർ ഈ പാട്ട് എന്തായാലും പാടിയിരിക്കും, അല്ലെങ്കിൽ പാടി കൊടുത്തിരിക്കും. ഒന്നല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്. ഞാൻ കണ്ടു. പാടാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അത് ചിലപ്പം പ്ലേ ചെയ്ത് കേൾപ്പിക്കും. തീർച്ചയായിട്ടും അതെ. എന്തായാലും വളരെ നന്നായി മോളെ. എനിക്കും തോന്നിയത് ഫസ്റ്റ് ആഡ്ലിപ്പ് കുറച്ച് ശ്രുതി സ്റ്റഡി ആയിരുന്നില്ല. പല ഭാഗങ്ങളും വളരെ രസമായിട്ട് വന്നു. ആ മോഡുലേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് മോള് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് മറ്റേ ഇവിടെ ഈ ആ ഭാഗം ഒന്ന് പാടാം. ഈ മഞ്ഞും എൻ മടിയിലെ പൈതലായി നീ മോളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ. ഓക്കെ, എനിക്ക് തോന്നിയത് ആ ഈ മഞ്ഞും എന്നുള്ള ഭാഗം അത് കുറച്ച് മഫിൾഡായി പോകുന്നുണ്ട്. മഞ്ഞും എന്നുള്ള ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ബാക്കി വേറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉഗ്രം വോയിസ് ആണ്. ഈ പാട്ടിനൊക്കെ പറ്റിയ ശബ്ദമാണ്, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ പാടിയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. എത്ര പാട്ട് പാടിയിട്ടുണ്ട് റെക്കോർഡിങ്ങിന്? 2-3 പാട്ടൊക്കെ പാടിയുള്ളൂ. എന്നാലും അപ്പോൾ അവിടെ നിന്ന് എന്താ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അങ്ങനെ പാട് ഇങ്ങനെ പാട്. ആദ്യം പോയപ്പോ കുറച്ചുകൂടി ഓപ്പൺ ആക്കാനായിരുന്നു പറഞ്ഞത്. കുറച്ച് ഓപ്പൺ ആക്കണം, നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അമൃതവർഷിണി എനിക്ക് അങ്ങനെ മുഴുവൻ പേര് വിളിക്കാനാണ് ഇഷ്ടം. അത്ര ഗംഭീരമായിട്ടുള്ളൊരു പേരാണ്. മോള് ഭയങ്കര എന്താ പറയണ്ടേ, ചില വാക്കുകൾ കിട്ടാത്ത രീതിയിൽ അത്രയും മനോഹരമായിട്ടാണ് മോള് പാടിയത്. താങ്ക് യു മാം. ഹൈലി റൊമാൻറ്റിക് സോങ് ആണ്. സമ്മർ ഇൻ ബേത്ലഹേം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലത്തെ പാട്ടാണ്. ഈ സോങ് സീക്വൻസും ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ജയറാമേട്ടനുണ്ട്, സുരേഷ് ചേട്ടനുണ്ട്, മഞ്ജു ഉണ്ട്, ശ്രീജയുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മണിച്ചേട്ടനുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ നിരന്ന് അഭിനയിച്ച ഒരു ഗംഭീര സിനിമയാണ്. നമ്മുടെ ലാലേട്ടൻ ക്ലൈമാക്സിൽ വന്ന് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. മോള് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു പാടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. സുജാ ചേച്ചി പാടിയ അതേ ഫീലാണ് എനിക്ക് തോന്നിയത്. നേരത്തെ പറഞ്ഞു മോള് റെക്കോർഡിങ്സിന് പാടിയിരുന്നു എന്നൊക്കെ. ഏത് വയസ്സിലാണ് മോള് പാടി തുടങ്ങിയത് റെക്കോർഡിങ്സിന്? ഇപ്പം എത്ര വയസ്സായി? ഇപ്പോൾ 11 കഴിഞ്ഞ് 12 തുടങ്ങി. അത്ര ആയിട്ടുള്ളൂ. 11 കഴിഞ്ഞ് 12 തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇനി എത്ര വയസ്സിലാണ് ആവോ പാടിയത്? അത് 7-8 വയസ്സ്. 7-8 വയസ്സിൽ. ഓക്കേടാ, അത്ര ചെറിയ പ്രായത്തിലാണ് പാടിയത്. ഇപ്പോഴും ചെറിയ വാവയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പാടിയ തമിഴ് സോങ് ഉണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു തമിഴ് പെൺകുടിയാണ്, അത്ര ഉശിരോടുകൂടി തമിഴ് ആക്സെൻറ്റോടു കൂടിയൊക്കെയാണ് പാടിയത്. അത് ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, തമിഴ് ഡയലോഗ്സ്, അതൊക്കെ ഇട്ടിട്ടാണ് മോള് പാടിയത്. അപ്പോൾ ആ ഒരു സ്റ്റൈലായിരിക്കും മോൾക്ക് കൂടുതൽ ചേരാന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ മറികടന്ന് ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സോങ് അതിഗംഭീരമായിട്ടാണ് മോള് പാടിയത്. അത്ര സൂതിങ് ആയിരുന്നു, കാതുകളിൽ അത്ര ഇമ്പമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. വളരെ മിടുക്കിയായിട്ട് പാടി കേട്ടോ. അപ്പം 3 പാട്ടാണ് പാടിയത് റെക്കോർഡിങ്സിൽ. 3-4 ഒക്കെ ആയിരിക്കും. അപ്പം ഇനി ഒരു 10,000-3000 പാട്ട് പാടാൻ വാവയ്ക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അതിനുള്ള ടാലൻ്റ് ഉണ്ട്. എല്ലാ ജോണർ പാട്ടുകളും പാടുന്നതാണ് ഏറ്റവും മിടുക്കി എന്ന് ഞാൻ പറയുന്നത്. ചിലർക്ക് ചില ഫാസ്റ്റ് സോങ് മാത്രം, ചിലർക്ക് റൊമാൻറ്റിക് സോങ്സ് മാത്രം, അങ്ങനെയല്ലേ. മോൾ എല്ലാ ജോണറും പാടുന്നുണ്ട്. ഓക്കെ,
തകർത്തു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അമ്രൂട്ട്സ്, ഇന്ന് അമ്രൂട്ട്സിന്റെ മാർക്ക് 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. മധുമംഗൾ മോൾക്ക് തരുന്നു 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ദീപക് അങ്കിൾ തരുന്നു 8.25. താങ്ക് യു സർ. മീനൂടെ കിളി പോയി. 23 കറക്റ്റ് ആണ്. അപ്പൊ അമ്രൂട്ട്സ് യു ഗോട്ട് 23 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. ആൻഡ് ദ ഗ്രേഡ് മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു 8 wow. താങ്ക് യു സർ. അടിലോനപ്പ ഒരു അമ്രൂട്ട്സ് പോക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് 8 wow. താങ്ക് യു സർ. Wow. 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 അമൃതക്കുട്ടിയുടെ പാട്ട് കേട്ടു. ഇനി എല്ലാവരും വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്തിട്ട് അമൃതക്കുട്ടിയുടെ പാട്ട് ഇഷ്ടമായ എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ അമൃട്സ് അങ്ങനെയായി അവളുടെ പേര്. All the best. അമൃതക്കുട്ടി ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റുകൾ ഇനി കൈവിരൽ തുമ്പിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myg.in ലോഗിൻ ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റുകൾ സ്വന്തമാക്കാം. ഗാഡ്ജറ്റുകൾ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കുവാൻ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറി സൗകര്യവും അത്യാധുനിക സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായി മൈജി കെയർ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ക്യാമറ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച് മുതലായ എല്ലാ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങൾക്ക് www.myg.in ലഭ്യമാണ്. ഇത് കൂടാതെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് നിങ്ങളിലോട്ട് എത്തിക്കുന്നതിനായിട്ട് മൈജിയുടെ എക്സ്പ്രസ് ഹോം ഡെലിവറിയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് മൈജി കെയർ പദ്ധതിയും ഇതിൻ്റെ കൂടത്തുണ്ട്. കൂടാതെ G.പ്രൊട്ടക്ഷൻ, മൈജി പ്രിവിലേജ് കാർഡ്, എക്സ്ചേഞ്ച് സ്കീം തുടങ്ങിയ സൗകര്യങ്ങളും www.myg.in ലഭ്യമാണ്. മൈജി, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. പാട്ടിന്റെ പൊൻപുലരിയിൽ മധുരരാഗ വിരുന്നൊരുക്കാനെത്തുന്നു നമ്മുടെ സ്വന്തം ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് വിനോദ് ഓൺ സ്റ്റേജ്. പിന്നിലെ താരകം താഴെ വന്നെന്നോ അന്നു നീ വന്ന വീടുണർന്നെന്നോ പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുമായി. എല്ലാം ഉഷാറായിരിക്കാ? நல்லா இருக்கா? ஆமையா? ஆமா. ஓ தமிழ். என்ன சாப்பிட்டாச்சு மத்தியானத்தில்? காலையில் வந்து இடியப்பம். கறி என்ன கறி? கறி கடலைக்கறி. ஓ கடலைக்கறி. எஸ். மத்தியானம் வந்துட்டு? மத்தியானம் வந்து சோறு சாம்பார். சோறு சாம்பார். இப்போ என்ன சாப்பிட்டாச்சு? ചപ്പാത്തി. ഓ എല്ലാം മുടിച്ചല്ലേ? ഞങ്ങൾ ഇവിടെ വിശന്നിരിക്കുന്ന ആ ചപ്പാത്തിയൊക്കെ അടിച്ച് ക്ലിയർ ചെയ്ത് വന്നിരിക്കുകയാണ്. ഏത് പാട്ടാണ്? അനുവാദമില്ലാതെ അകത്തു വന്നു. ഇവിടെ പറ്റില്ല, പറ്റില്ല. ഈ പാട്ട് പാടണമെങ്കിൽ അനുവാദം വാങ്ങിച്ചിട്ട് വരണം. ആരുടെ അനുവാദം? ആരാ അതിന്റെ സംഗീത സംവിധായകൻ? അർജുന മാഷ്. അർജുന മാഷിന്റെ ഇനിയിപ്പോൾ വാങ്ങിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി. വലിയൊരു വലിയ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. പിന്നെ അടുത്ത ആരാണ്? ലിറിക്സിസ്റ്റ് ഭാസ്കര മാഷ്. അദ്ദേഹം വലിയൊരു ലിറിക്സിസ്റ്റ്, വലിയ ഒരു മഹാൻ. അദ്ദേഹം വിട്ടുപോയി. അപ്പൊ നിനക്ക് അനുവാദം ഇല്ല. അല്ല, ആദ്യത്തെ പ്രാവശ്യമല്ലേ, നമുക്ക് അങ്ങ് പക്ഷെ കൃത്യമായിട്ട് പാടണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ മധുവങ്കൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ചെവി പറഞ്ഞേ ഉള്ളൂ. ഈ അനുവാദമില്ലാതെ ഒരാൾ അനുവാദം കൊടുത്തു, ഒരാൾ മൗനമായിട്ടിരിക്കുകയാണ്. മൗനം സമ്മതം. സമ്മതമാണ്, പക്ഷേ സൂക്ഷിച്ച് പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. റെഡി, ഗോയിങ് ഫോർ ടേക്ക് സൈലൻസ്. 1 2 3 2 2 3. I
മണിവാതിൽ നീ തുറന്നു. കൊട്ടിയടച്ചൊരിൻ കൊട്ടാരവാതിലെല്ലാം പൊട്ടിച്ചിരിത്താക്കോലിട്ടു നീ തുറന്നു. അനുവാദമില്ലാതെ അകത്തു വന്നു. നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. ശ്രീനന്ദ്, സർ, വെരി ഗുഡ് സെലക്ഷൻ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ശരിക്കും അവരുടെ എല്ലാം അനുവാദമുണ്ട് കേട്ടോ. അതായത് അനുവാദവും ആശീർവാദവും അവർക്കെല്ലാം അഭിമാനം തോന്നുന്ന മുഹൂർത്തമാണ് മോനിന്ന് ഇവിടെ കാഴ്ചവെച്ചത്. നന്നായിരുന്നു മോനെ. താങ്ക് യു സർ. അനുപല്ലവിയിൽ കുറച്ച് ശ്രുതിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചില സംഗതികൾക്ക് ഒരു പൂർണ്ണത വരണം. ലാസ്റ്റ് പല്ലവി പാടിയതിൽ സൂപ്പറായിട്ട് പാടിയട്ടെ സംഗതികളൊക്കെ. എങ്കിലും അവിടെ ഒരു ചെറിയ പല്ലവി എന്ന് പാടിക്ക്. അനുവാദമില്ലാതെ അകത്തു വന്നു. അടുത്ത് നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. ഓക്കെ, അടുത്ത് കൊട്ടിയടച്ചൊരിൻ കൊട്ടാരവാതിലെല്ലാം. ഇപ്പൊ കറക്റ്റായിട്ട് വന്നു. ചില സ്ഥലത്ത് അവിടെ ഒരു ചെറിയൊരു അടപ്പ് വന്നു ചില സ്ഥലത്ത് പാടുമ്പോൾ. കുഴപ്പമില്ല, മോന് പാടാൻ കഴിവുണ്ട് എന്ന് അങ്കിള് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പാടിച്ചത് കേട്ടോ. അതൊക്കെ നിങ്ങളൊക്കെ ഗ്രേറ്റ് മ്യൂസിഷ്യൻസ് ആണ്, പറയാതിരിക്കാൻ പറ്റും. താങ്ക് യു സർ. കാരണം നല്ല ജ്ഞാനസ്ഥരാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ. മ്യൂസിക്കലി യു ആർ ഗിവിങ് ദം എന്താണ് ഒരു മെഡിറ്റേഷനാണ് കൊടുക്കുന്നത്. നിങ്ങളൊക്കെ പാടുന്ന കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ ടോപ്പ് സിംഗർ കാണുമ്പം മോനൊക്കെ പാടുന്ന കേൾക്കുമ്പോഴത്തേക്ക് ആ വേദനയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മ്യൂസിക്കൽ ട്രീറ്റാണ്, ഒരു മ്യൂസിക്കൽ തെറാപ്പിയാണ് ഈ ടോപ്പ് സിംഗർ 2 മണിക്കൂർ നേരത്തേക്ക് നൽകുന്നത്. അതിൽ പ്രധാന കണ്ണികൾ നിങ്ങളൊക്കെയാണ്. നിങ്ങൾ 23 പേര് 24 പേരാണ്. എനിക്ക് അഭിമാനമുണ്ട്. നിനക്ക് അനുവാദം തന്നിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോൻ്റെ ഇന്നത്തെ പാട്ടിൽ എപ്പോഴത്തെയും പോലെ പറയാനുള്ളത്, മോൻ്റെ പാട്ടിൻ്റെ മുകളിലുള്ളൊരു കൺട്രോൾ. MG അങ്കിൾ പറഞ്ഞ പോലെ തന്നെ നല്ല ജ്ഞാനമുള്ളൊരു മോനാണ്. അതുകൊണ്ട് തന്നെ മോൻ്റെ കയ്യിൽ നിന്ന് തെറ്റിയ നോട്ട് വരുമോ എന്നുള്ള ടെൻഷൻ നമുക്കില്ല. പല കുട്ടികളുടെ അടുത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും മോൻ്റെ കാര്യത്തിലും. ആക്ച്വലി ഇത് എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അഭിമാനമാണ് നമുക്ക്. കാരണം അറിവില്ലാത്ത കുട്ടികളല്ല, നല്ല ജ്ഞാനമുള്ള കുട്ടികൾ വന്ന് പാടുമ്പം ശ്രദ്ധ ഇല്ലായ്മ വരുന്ന പ്രശ്നങ്ങളേ വരുള്ളൂ. അറിവില്ലായ്മ കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ വരാറില്ല. ഒന്നാമത് കുട്ടികൾ നല്ലത്, ഗ്രൂമേഴ്സ് നല്ലത്, രണ്ടിൻ്റെ കോമ്പിനേഷൻ വരുമ്പം നെക്സ്റ്റ് ലെവൽ പെട്ടെന്ന് കയറി പോവാം. മോൻ്റെ കാര്യത്തിലും ഇതുവരെ വന്നപ്പോഴൊക്കെ അങ്കിളിന് ഇത് തന്നെയാണ് തോന്നിയത്. ഈ പാട്ടിൽ മോൻ ഹൈ പാടുന്ന സമയത്ത് അങ്കിളിന് തോന്നിയത്, എസ്പെഷ്യലി ഹൈ മാത്രമല്ല, അകാരം വരുന്ന സ്ഥലത്ത്, ആ വാക്കുകൾ വരുന്ന സ്ഥലത്ത് കുറച്ച് നേസലാവുന്നുണ്ട് ടോൺ. അതായത് മൂക്കിലെ കൂടിയാണ് കൂടുതലും സൗണ്ട് കിട്ടുന്നത്. അപ്പം ഒരു ബോഡി ഇല്ലായ്മ തോന്നുന്നുണ്ട്. മോൻ സാധാരണ പാടുമ്പം നല്ല ഫുൾ വോയിസ് ആയിരിക്കും. ഇത് ഇത്രയും ഹൈ റേഞ്ചിൽ ഫുൾ പാടുന്ന സമയത്ത് ശബ്ദം തൊണ്ടയും മറ്റേ ആ കൺട്രോളിൽ നിന്നും തിന്നായി വരുന്നുണ്ട്. അത് മോനൊന്ന് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം. ഓവർ ലൗഡ് ആവാതെ, ലൗഡ് ആയിക്കോ, പക്ഷേ ബോഡി നഷ്ടപ്പെടാത്ത രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. കാരണം ഇത് തന്നെ പാടുന്നത് പോലെയല്ല, ഓർക്കസ്ട്രയുടെ കൂടെ വരുന്ന സമയത്ത് ഒരു ചീറ്റൽ മാത്രമായി കിടക്കുക. ബാക്കി മോൻ്റെ ഇത്രയും നല്ല ബോഡിയുള്ള വോയിസ് അവിടെ തിന്നായി പോകുന്നു. അത് മോൻ നെക്സ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് തന്നെ അകാരം വരുന്ന വാക്കുകൾ വരുമ്പം, ഇപ്പം ശ്രീകുട്ടനങ്ങളും മോനെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് രണ്ടുപേരും ആ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഒരു പരത്തി പറയുന്നതും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ആ വ്യത്യാസം മോൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. നൈസ്. താങ്ക് യു സർ. ഉഗ്രൻ സെലക്ഷൻ. നല്ല സെലക്ഷൻ ആയിരുന്നു. മോൻ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്തു, ഉഗ്രനായിട്ട് പാടി. എനിക്കും ഇന്ന് തോന്നി കുറച്ച് എനിക്ക് ശബ്ദം മാറുന്നതിൻ്റെ ആയിരിക്കാം, ഈ ഹൈ പിച്ച് പോകുമ്പോൾ സ്ട്രെയിൻ ഉണ്ട് മോന് കുറച്ച്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് ശരിയാക്കണം. എനിക്ക് നമ്മൾ പ്രാക്ടീസിൽ ശരിയാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. വളരെ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഭാവിയിൽ നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആവാനുള്ള എല്ലാ യോഗ്യതയും ശ്രീനന്ദ് കുട്ടനുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th. ക്ലാസ്സൊക്കെ ഓൺലൈൻ അല്ലേ? ഒരു റുട്ടീൻ പറഞ്ഞു ചക്കരയുടെ രാവിലെ തൊട്ടുള്ളത്, ജസ്റ്റ് കുറച്ച്. രാവിലെ
എണ്ണിച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കും. ഇല്ല, രാവിലത്തെ കാര്യങ്ങൾ അതൊക്കെ അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് പല്ല് തേക്കും, ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കും. അല്ല, രാവിലെ അത് ചെയ്യുന്നതിന്റെ മുന്നേ പ്രാക്ടീസ് ചെയ്യും. പിന്നെ പിന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ പാട്ട് പഠിക്കാനുണ്ടെങ്കിൽ പാട്ട് പഠിക്കും, പ്രാക്ടീസ് ചെയ്യും. ഗെയിം കളിക്കും. ഗെയിമും കളിക്കും കുറച്ച്. പിന്നെ അനിയനുണ്ടെങ്കിൽ അനിയന്റെ കൂടെ കളിക്കും. അങ്ങനെ. എഴുന്നേൽക്കണത് രാവിലെ 9 മണിക്കാണോ 10 മണിക്കാണോ? 6 മണിക്ക്. 6 മണിക്ക് നീക്കും. സാധകം ചെയ്യണ്ട അല്ലേ? അത് കഴിഞ്ഞു ഇതെല്ലാം മോന് കൂടെ നിൽക്കുന്ന അമ്മയാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? കൂടെ നിൽക്കുന്ന അമ്മയും അച്ഛനും ഉണ്ടാവും. അതെ അല്ലേ? അപ്പം ഒരു 3-4 ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങ് പോരെ, എന്റെ വീട്ടിലേക്ക് പോരെ, ഞാൻ കൊണ്ടുപോവാം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ 2 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടി വേണമെന്ന് കുറച്ച് നാളെ വിചാരിക്കുന്നു. കൂടെ പോരെ, ഇതൊക്കെ ഞാൻ ചെയ്തുതരാം. അപ്പൊ എനിക്ക് എപ്പോഴും ചക്കര പാടുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കാലോ. എന്ത് രസാവേ പാടുന്നത് കേൾക്കാൻ. എനിക്ക് ശരിക്കും പിടിച്ചു കൊണ്ടുപോകാനാ തോന്നിയത്. ഭയങ്കര രസമുണ്ടായിരുന്നു പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. എത്ര വർഷം മുമ്പുള്ള പാട്ടാണ്, 1980-ലെ പാട്ടാണ്. ഭാസ്കരൻ മാഷിന്റെ, അർജുന മാഷിന്റെ ഒക്കെ പാട്ടാണ്. ശരിക്കും അവരൊക്കെ സ്വർഗത്തിലിരുന്ന മോനെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ടാവും. അർജുനൻ മാഷ് സംഗീതം ചെയ്ത ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ നാഷണൽ അവാർഡ് കിട്ടിയ ഭയാനകം എന്ന് പറയുന്ന ജയരാജ് സാറിന്റെ ചിത്രം. അന്ന് അതിന്റെ പ്രീമിയർ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഇരുന്നാണ് അത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു മോൻ പാടിയപ്പം. ഈ കുഞ്ഞു വാവ പാടുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നത് തന്നെ വലിയ കാര്യമാണ്. ലവ് യു സോ മച്ച് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ വാവേ. സോ ശ്രീനന്ദ്, ശ്രീനന്ദിന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 8.75. ശ്രീനന്ദ് അങ്കിൾ തരുന്നു 8.5. ശ്രീനന്ദ് കുട്ടന് മധുവങ്കൾ തരുന്ന മാർക്ക് 8.5 ഔട്ട് ഓഫ് 10. എന്താ ആലോചിക്കുന്നു ഇങ്ങനെ? 25 അല്ല 26 അല്ലേ? 26.25 25.75 എന്തൊരു സംശയം. എന്നിട്ടും ഒരു സംശയം. 25.75 മോന് കിട്ടുന്ന മാർക്ക് 25.75 ഔട്ട് ഓഫ് 30. ശ്രീനന്ദ് മോന് ജഡ്ജസ് പാനൽ തരുന്നു അനുവാദമില്ലാത്ത പൂക്കുറ്റി വേണോ, അനുവാദമുള്ള പൂക്കുറ്റി വേണോ, ഏത് പൂക്കുറ്റി വേണം? അനുവാദം വന്ന പൂക്കുറ്റി മതി. ഒരു അനുവാദമുള്ള പൂക്കുറ്റി അടിക്കട്ടെ. Congratulations, you are awarded a extra. Thank you sir. ശ്രീനന്ദിന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും വേഗം തന്നെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് ശ്രീനന്ദിന് വോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ ശ്രീനന്ദ് തൊട്ട് ഉടുപ്പെടുത്തോണ്ട് വരണം, നീ മറക്കരുത്. ഞങ്ങൾ പോവാണ്. പോവാ. ഓക്കെ കേട്ടോ ചക്കരെ? എല്ലാം എടുത്തോട്ടോ, ഉടുപ്പും നിക്കറും എല്ലാം എടുത്തു. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കും. ഈ എക്സാം ടൈമിൽ നമ്മുടെ കൂട്ടുകാർക്ക് 90+ മാർക്ക് സ്കോർ ചെയ്യാനായി 90+ മൈ ട്യൂഷൻ ആപ്പ് നാദനിറവിന്റെ നിറസുഗന്ധവുമായി നമ്മുടെ കൊച്ചുമിടുക്കി ആലപ്പുഴക്കാരി വൈകക്കുട്ടി. വെൽക്കം വൈക ലക്ഷ്മി ഓൺ സ്റ്റേജ്. കുറച്ച് പാല് കിട്ടണമെന്ന് വന്ന് പറഞ്ഞ ഞാനാ. എന്തെങ്കിലും വഴി കാണോ, ആരോടെങ്കിലും ചോദിക്കാം. ചേട്ടാ, ആ പാലം തരുമോ? ഏത് പാല്? വേണ്ട ഈ പാല്. ഇല്ല, തരാൻ പറ്റില്ല. 8 കിലോ 400 പാലാ. അല്ലല്ല, ഞാൻ എനിക്ക് പാടാനായിട്ടാ. തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, എനിക്ക് പാടുമ്പോഴത്തേക്ക് ജഡ്ജസിന് കൊടുക്കാനായിട്ടാ. ഒരു മിനിറ്റ് ഇവിടെ എങ്ങാനും പാല് കിട്ടൂ? അയ്യോ, ഇവിടെ ഒന്നും കടയില്ലല്ലോ. അല്ല, എനിക്ക് പാട്ട് പാടാനായിട്ടാ. പാട്ട് പാടാൻ എന്തിനാ പാല്? നമ്മുടെ ദിവാകരൻ ചേട്ടൻ്റെ വീടാ, ഭാഗവതര. അവിടെ പോയാൽ മതി, ഇഷ്ടം പോലെ പാട്ട് പാടാം. അല്ല, പാലൊന്നും മേടിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്റെ ചേട്ടാ ജഡ്ജസിന് കൊടുക്കാനായിട്ടാ. അയ്യോ, അപ്പൊ പാവങ്ങൾക്ക് നിങ്ങൾ ആഹാരം ഒന്നും കൊടുക്കാറില്ലേ? എന്നാ പറഞ്ഞു? ഒന്നുമില്ല, ഇവിടെ എങ്ങാനും ഒരു കടയുണ്ടോ? അതൊരു കട. അത് തുണിക്കടയല്ലേ? ആ ഒരു കടയേ ഉള്ളൂ ഇവിടെ കേട്ടോ. ചേട്ടാ, ചേച്ചി, ചേച്ചി, ചേട്ടാ, ഇവിടെ ആരും ഇല്ലേ?
പശുവിനെ കറന്നാലോ? ഏയ്, ആരും അറിയാതെ കറക്കുന്നത് മോശമല്ലേ? ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന് അച്ഛനും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കറക്കാം. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. പാല് കറക്കാൻ വന്നതാ. നിനക്ക് കറക്കാറിയാവോ? പാലിട്ടില്ല, പെട്ടെന്ന് പോകും. ഇവിടെ ആരുമില്ല, അപ്പൊ ചേട്ടനോ? ഞാൻ അടുത്ത വീട്ടില. ദൈവമേ. നോക്കൂ നോക്കൂ. കുട്ടനാട്ടുകാരി മീനാണോ? അല്ലല്ല, ഇതെന്ത് പാലോ? ചട്ടിയുണ്ട്, ഗ്ലാസ് ഉണ്ട്. എന്തോ ഇത്? ചേച്ചി, ഞാൻ ഒരു കുടം പാല് കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചേ കുട്ടനാട്ടിൽ നിന്ന് കുറച്ച് മീൻകറി കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അല്ല, പാല്. പാലാണോ? എന്തിനാ? മച്ചാനോ? അതാരാ? MG മച്ചാ. MG മച്ചാന് കൊടുക്കാനാണോ? കൊടുക്കാൻ പോവാണോ ഇപ്പൊ? കൊണ്ട് കൊടുത്തോ. ഈ കുട്ടനങ്കളിന് പാല്. മനസ്സിലാവുന്നില്ല കേട്ടോ ഇതിന്റെ എന്തോ ഒരു എന്തോ കുഴപ്പമുണ്ട്. പരിപാടിയുണ്ട്. നിക്ക് അങ്ങനെ കുടിക്കില്ല. രണ്ട് സ്പ്രേ ചെയ്ത് അടിക്കണം. പാലാണല്ലോ. ഞാൻ പാടുന്നതിന്റെ താളത്തിൽ കുടിക്കണം. ഞാൻ മച്ചാനെ കുറിച്ച് ഒരു പാട്ട് പാടും. ആയിക്കോട്ടെ. ആ പാട്ടിനനുസരിച്ചുള്ള താളത്തിൽ കുടിക്കണം. ഏത് പാട്ടാ? പാലും കുടമെടുത്ത്. ആഹാ, അത് ശരി. പാലും കുടമെടുത്ത് പാലും കടമെടുത്ത് അപ്പൊ പാടിക്കഴിഞ്ഞ് കഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിലും മതി. ഞാൻ പോയി കഴിഞ്ഞാണെങ്കിലും കുടിക്കണം. അത് ഞാൻ ഏറ്റ്. അമ്മേ, ഒരു ബേജാറുണ്ട്. അങ്ങന്നില്ല, വെറുതെ ഒക്കെ കണ്ണാണെന്ന് തോന്നുന്നു. നമ്മള് തമ്മി മച്ചാൻ പോയി തകർക്കങ്ങോട്ട്. വയ്യ. പോരെ, മച്ചാന് പാലൊക്കെ കൊടുത്തില്ലേ? സന്തോഷായില്ലേ? സന്തോഷായി. ഒരു ചെറിയ സംശയം. ഇതിപ്പം നമുക്കാർക്കും പാലും ഒന്നുമില്ല. നമ്മൾ 3 പേരും ഇങ്ങനെ ജസ്റ്റ് നമുക്ക് മാർക്ക് ആദ്യം തരുന്നോണ്ട് കുഴപ്പമുണ്ടോ? തീരുമാനമായി. പാടി കഴിഞ്ഞിട്ട് കേട്ടാ മതി. ആഞ്ചു ഉമ്മല്ലേ, അതെനിക്ക് ഒരു ഗ്ലാസ് കിട്ടിയുള്ളൂ. അതെന്റെ മച്ചാന് കൊടുക്കാനായിട്ട് കൊണ്ടുപോകും. ശരി, പാടാൻ പോലെ. അപ്പൊ മച്ചാൻ മാർക്ക് തരും. ശരി ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കൂടമെടുത്ത് അഴഹാ പൂമ്പട്ടൊടുത്ത് മച്ച എന്നെ കണ്ടാൽ അടം മനസാൽ ഇന്നെന്തിന് തോന്നും. പാലും കൂടമെടുത്ത് അഴഹാ പൂമ്പട്ടൊടുത്ത് മച്ച എന്നെ കണ്ടാൽ അടം മനസാൽ ഇന്നെന്തിന് തോന്നും. ചുണ്ടത്തൊരു ചെല്ലുമ്മ, കണ്ണത്തിലെ പൊന്നുമ്മ, കണ്ണിലൊരമ്പിളി താരുമ്മ, കാത്തിരുന്നൊരു തേനുമ്മ, ചിരി 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 ചിരിയും ഞാൻ അഴകുമുത്ത്. ആരോടും മിണ്ടല്ലേ ചങ്കി ചക്കണ ചക്ക, ആരോടും ചൊല്ലല്ലേ ചങ്കി ചക്കണ ചക്ക. എനിക്ക് നിന്നോടൊരടക്കം ചൊല്ലാൻ ഒരടുപ്പം തോന്നുന്നുണ്ട്.
മച്ച എന്നെ കണ്ടാൽ അടം മനസാൽ ഇന്നെന്തിന് തോന്നും. വള്ളി മുന്തിരി കീളം മച്ചാനല്ലേ, ബോർഡ് ആളപടനെ കുട്ടിക്കരണം മറിഞ്ഞവനല്ലേ, കെട്ടിയും കൊട്ടിയും മൂറത്തിൽ കൊത്തിയ ചക്കര ചിക്കനല്ലേ, ബോർഡ് പട കുതിരയും പടകളുമാ തുടിച്ചവനല്ലേ. ഇളമാൻ കണ്ണേ ഇളനീർ കുളിരേ നീ എന്നാരോമൽ പെണ്ണായി വരൂ, ഇളമാൻ കണ്ണേ ഇളനീർ കുളിരേ നീ എന്നാരോമൽ പെണ്ണായി വരൂ. അലസ് കൊലസ് ജില്ലല് കൊലസ് അമ്മാന കൊലസ്, അലസ് കൊലസ് ജില്ലല് കൊലസ് അമ്മാന കൊലസ്. പാലും കൂടമെടുത്ത് അഴഹാ പൂമ്പട്ടോട്ടത്ത് മച്ചം മച്ചം മച്ച എന്നെ കണ്ടാൽ അടം മനസാൽ ഇന്നെന്തിന് തോന്നും. കറുപ്പഴകിന് രാക്കനവിൻ നീലിമ പോലെ എന്റെ വെളുപ്പഴകിൽ നിങ്ങൾ ഒരുക്കിയ വെണ്ണിലവുണ്ടേ. അഞ്ജന കല്ലിൽ കൊത്തിയെടുത്തൊരു ശില്പം ഞാനേ, എന്നെ തൊട്ട് തലോടി തട്ടി ഉണർത്താൻ വന്നവൻ നീയേ. നേരം പുലരാറായി മാനം തെളിയാറായി കണ്ണേ കലമാനേ ഇതിലേ വായോ, നേരം പുലരാറായി മാനം തെളിയാറായി കണ്ണേ കലമാനേ ഇതിലേ വായോ. അലസ് കൊലസ് ജില്ലല് കൊലസ് അമ്മാന കൊലസ്, അലസ് കൊലസ് ജില്ലല് കൊലസ് അമ്മാന കൊലസ്. പാലും കൂടമെടുത്ത് അഴഹാ പൂമ്പട്ടോടുത്ത് മച്ചം മച്ചം മച്ച എന്നെ കണ്ടാൽ അടം മനസാൽ ഇന്നെന്തിന് തോന്നും. ചുണ്ടത്തൊരു ചെല്ലുമ്മ കണ്ണത്തിലെ പൊന്നുമ്മ, കണ്ണിലൊരമ്പിളി താരുമ്മ, കാത്തിരുന്നൊരു തേനുമ്മ, ചിരി 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 ചിരിയും ഞാൻ അഴകുമുത്ത്. ആരോടും മിണ്ടല്ലേ ചാങ്കി ചക്കിട ചക്കിട ചക്ക, ആരോടും ചൊല്ലല്ലേ ചാങ്കി ചക്കിട ചക്കിട ചക്ക. എനിക്ക് നിന്നോടൊരടക്കം ചൊല്ലാൻ ഒരടുപ്പം തോന്നുന്നുണ്ടേ. അലസ് കൊലസ് ജില്ലലെ കൊലസ് അമ്മാന കൊലസ്, അലസ് കൊലസ് ജില്ലലെ കൊലസ് അമ്മാന കൊലസ്, അലസ് കൊലസ് ജില്ലലെ കൊലസ് അമ്മാന കൊലസ്, അലസ് കൊലസ് ജില്ലലെ കൊലസ് അമ്മാന കൊലസ്. ഒപ്പോട് വൈകക്കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടോ, നല്ല പവർ പാക്ഡ് ആയിരുന്നു, നല്ല അട്ടിച്ച് പൊളിച്ച് പാടി. എനിക്ക് ഒരൊറ്റ സ്ഥലത്തെ എനിക്ക് ഇത് തോന്നിയുള്ളൂ, കാരണം ആ മേളി പാടുന്നില്ലേ, നേരം പുലരുമ്പോൾ ഞാൻ താഴെ പാടാൻ വെച്ചത്, പക്ഷെ പെട്ടെന്ന് ആ പാട്ട് ഓർത്തപ്പോഴത്തേക്ക് മേളി പാടിപ്പോയതാ. ആ അതാണ് കാരണം. ഇത് ആക്ച്വലി വന്നിട്ട് ഈ പാട്ട് ഞാനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. താണ്ഡവം എന്നുള്ള സിനിമയാണ്. സരസ്വതിയാണ് പാടിയിരിക്കുന്നത്. സരസ്വതിയെ ഞങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത് എല്ലാവരും പറയുന്നത് ജൂനിയർ ഉഷ ഉതുപ്പെന്നാണ്. അപ്പോൾ അവരുടെ റേഞ്ചാണത്. ആ റേഞ്ചിൽ അവിടം വരെ പോകത്തുള്ളൂ, ടോപ്പ് പോകത്തില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് എന്തോ ഞാൻ കയറി പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, നേരം പുലരാറായി തരിരി. അത് ഞാനല്ലേ പാടി, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തിനാ മോള് കയറി പാടി? അപ്പം മേളി പാടിയപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചേർന്നില്ല, അല്ലേ താഴെ പാടിയാൽ മതിയായിരുന്നു. അപ്പം മേളിലൊന്ന് പാടിക്കത്. നേരം പുലരാറായി മാനം തെളിയാറായി കണ്ണേ കലമാനേ ഇതിലേ, കണ്ണേ കലൈമാനേ, കണ്ണേ കലമാനേ ഇതിലേ വായോ, വായോ വായോ. നേരം പുലരാറായി നേരം പുലരാറായി, നേരം പുലരാറായി പുലരാ പപ്പ പഞ്ചമം ടച്ച് ചെയ്യണം, അത് പ്രയാസമാണ്. നേരം പുലരാറായി മാനം തെളിയാറായി കണ്ണേ കലമാനേ ഇതിലേ വായോ. അടിപൊളി.
ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ആ ഒരു പോർഷൻ എല്ലാം നന്നായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ അല്ലേ താഴെ പാടിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് മേളി അറിയാതെ വന്നു പോയി. പക്ഷേ കറക്റ്റായിട്ട് പാടിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവരുടെ കൊറിയോഗ്രാഫിയും പിന്നെ മോളെ ഇടയ്ക്ക് ചെയ്ത ഇതൊക്കെ ഉണ്ടല്ലോ, ഡാൻസൊക്കെ ഉണ്ടല്ലോ, സ്റ്റെപ്സൊക്കെ വളരെ നന്നായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ടോട്ടൽ വേഗമോൾ, എന്തോ എനിക്ക് ഈ പാട്ടിൽ പറയാനുള്ളത്, ഇത് ഒരു പെർഫോമൻസ് സോങ് ആണ്. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൽ പെർഫോമൻസിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചുകൊണ്ട് പാട്ടിനെ കോംപ്രമൈസ് ചെയ്ത് ഒരു ലെവൽ വിട്ട് പോകാൻ പാടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ടുപൂട്ടി അതങ്ങ് കടത്തിവിടും. കാരണം ആ പാട്ട് അതൊക്കെ ഉണ്ട്, മൊത്തത്തിലൊരു ഓളത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മോളുടെ പെർഫോമൻസ് ആസ്പെക്റ്റ് അടിപൊളി, അതിനാദ്യം കൈയടി. അതായത് മോൾ പെർഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ പെർഫോമൻസിനൊരു സ്റ്റാർട്ട് ഇട്ട് അതിനൊരു ബിൽഡപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഇൻട്രാക്ട് ചെയ്ത് ഓഡിയൻസിനെയും ജഡ്ജസിനെയും എല്ലാവരെയും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മോൾ ഇറക്കി. അതെന്ന് പറയുന്നത് മോൾ റൈറ്റ് ഫ്രം ദ ടൈം സ്റ്റേജ് കയറിയപ്പോൾ തൊട്ട് യു ആർ ഓൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വന്നു പാലും കുടം എന്നുള്ളൊരു ടൈറ്റിൽ അവിടെ രജിസ്റ്റർ ചെയ്തു. അതായത് പടം റിലീസാവുന്നതിന് മുമ്പേ ടീസർ കൊടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. മോൾ വന്നിട്ട് ഈ പെർഫോമൻസിൻ്റെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് പാട്ടിലേക്ക് കടന്നു. പാട്ടിൽ കടന്നു കഴിഞ്ഞപ്പം ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്, മോള് ഈ ലോ റേഞ്ചിൽ പാടുമ്പം എല്ലാം ഓക്കെയാണ്. അനുപല്ലവിയിലേക്ക് കയറി തുടങ്ങിയപ്പം മോളുടെ കയ്യിൽ നിന്ന് പാട്ട് കുറച്ച് അവിടെ ഇവിടെ പോയി തുടങ്ങി. അതായത് വെരി ഫസ്റ്റ് ലൈൻ തന്നെ മോള് പാടിയപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, മോൾ ഉദ്ദേശിച്ച നോട്ട് എന്താണ്. അത് സെക്കൻഡ് ടൈം റിപ്പീറ്റ് വന്നപ്പോഴാണ് എനിക്ക് ക്ലാരിറ്റി കിട്ടിയത്. ലോ റേഞ്ചിൽ പാടുമ്പോൾ ഒരു ഗുണം എന്താണ്, മോളുടെ ക്യാരക്ടർ മോൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ പാട്ടിന് പെർഫോമൻസ് മോള് പാടുന്ന ഒരു റസ്റ്റിക് സൗണ്ട്, ആ സൗണ്ടിൽ തന്നെ ലോവും കൂടി പാടുമ്പം പാട്ടിൻ്റെ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അത് ചരണത്തിലേക്ക് എത്തിയപ്പോൾ മോൾ അത് ഹൈ പാടുന്ന സമയത്ത് ഫോൾസ് ടോണിൽ പോയി. കാരണം ഹൈ ആണ് റെക്കോർഡിലുള്ളത്. അപ്പം ശ്രീകുട്ടൻ ചേട്ടൻ ആ പാട്ടിൽ ഹൈ വരുന്ന പോർഷൻ ഫീമെയിലിനെ കൊണ്ട് പാടിച്ചിട്ടില്ല. ശ്രീകുട്ടൻ ചേട്ടനാണ് അവിടെ പാടിയത്. കാരണം അതൊരു ഫീമെയിൽ ഫ്രീക്വൻസി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതല്ല. അതായത് എസ്പെഷ്യലി ആ പാട്ടുകാരി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഉഷാത്തും കൈൻഡ് ഓഫ് സിംഗിങ്ങിന് ആ റേഞ്ചാണ്. അപ്പം മോൾ യൂസ് ചെയ്യേണ്ട പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, അതിപ്പം ഒരു ഡുവറ്റ് സോങ്ങിനെ സോളോ ആയിട്ട് എടുത്ത് പാടുമ്പോൾ ആ പോർഷൻ മോൾ ആ സിംഗർ പാടുന്ന സ്റ്റൈലിൽ ലോയിൽ തന്നെ പാടിയാൽ മതിയായിരുന്നു. ഇവിടുന്ന് തൊട്ടിട്ട് വൈകാലക്ഷ്മി മാറി ഫോൾസ് സ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം അത് നെക്സ്റ്റ് ടൈം മോൾ വരുന്ന സമയത്ത് ഈ പാക്കേജിങ്ങിൽ മോളുടെ പെർഫോമൻസ് ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ബാലൻസ് കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. പാട്ട് കുറച്ച് കയ്യിൽ നിന്ന് പോയത് മാതിരി തോന്നി. ഓക്കെ, എനിവേസ് ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം ഇസ് ഓൾവേസ് ദെയർ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വളരെ നന്നായിരുന്നു കേട്ടോ, അടിച്ചു പൊളിച്ചു ഇന്നത്തെ പാട്ട്. ഇങ്ങനത്തെ പാട്ടുകൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു വൈകക്കുട്ടിക്ക്. കാരണം ഇങ്ങനത്തെ പാട്ട് ഇവിടെ വരുമ്പോഴാണ് കുറേം കൂടി ഒരു അതെ ജിൽ തുടക്കമൊക്കെ ഇഷ്ടപ്പെട്ടു. അനുപല്ലവി മുതലാണ് കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. ഇങ്ങനത്തെ പാട്ടുകൾ നന്നായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു പാടാനായിട്ട്. ഇത് മാത്രമല്ല, മറ്റുള്ള പാട്ടുകളും ഇതുപോലെ നന്നായിട്ട് പാടണം കേട്ടോ, ശ്രുതിയൊക്കെ ചേർത്ത് പെർഫെക്ഷനോട് കൂടി. ഓക്കെ, ബാക്കിയെല്ലാം നന്നായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരിക്ക് മോളൊരു പെർഫോമറാണ്, ഒരു സിംഗർ മാത്രമല്ല. സിംഗർ ആൻഡ് പെർഫോമർ എന്നുള്ളതിൽ ചെറിയൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ, ചില സിംഗേഴ്സ് പാടുമ്പം അവിടെ നിന്ന് ശ്രുതിയും എല്ലാം താളവും എല്ലാം ശ്രദ്ധിച്ച് നിന്ന് മാത്രം പാടുന്ന സിംഗേഴ്സ് ഉണ്ട്. മോള് ശരിക്കും എൻട്രി ആയ മുതൽ, അവിടെ നിന്ന് ഒരു എൻട്രി വന്നപ്പോൾ മുതൽ, മീനൂട്ടിയോട് സംസാരിക്കുന്നത് മുതൽ ഒരു ഓണാണ് അല്ലേ, ഒരു കോൺഫിഡൻസ്. അതാണ് ഏറ്റവും വൈകിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. യു ആർ എ കോൺഫിഡൻറ്റ് വാവ. എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു കോൺഫിഡൻസോടുകൂടി യെസ് എനിക്ക് ചെയ്യാൻ പറ്റും. അതൊരിക്കലും ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു ഉള്ളിലുള്ള ഒരു മനോധൈര്യം വേണം എന്ത് കാര്യം ചെയ്യുന്നതിനും. അത് നമ്മളിലുള്ള വിശ്വാസമാണ്. അതെന്തായാലും വൈകക്കുട്ടിക്കുണ്ട്. ശരിക്കും ഒരു ഗുരുക്കന്മാർ അല്ലെങ്കിൽ ജഡ്ജസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയമൊക്കെയാണ് തോന്നി കാണാറുള്ളത്. പക്ഷേ മോൾ അങ്ങനെയല്ല. ഇവരത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടായിരിക്കാം നിങ്ങളെയൊക്കെ മക്കളെ പോലെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വാത്സല്യത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ഇത്ര അടുപ്പം വരുന്നത്. അതെനിക്ക് ഇന്ന് മാത്രമല്ല കേട്ടോ മീനുട്ടി, എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഫീല് തോന്നിയത് എനിക്കും തോന്നി, ഈ 3 പേർക്കും തോന്നി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഔസിയപ്പച്ചൻ സാറ്, വിദ്യാധരൻ മാഷ്, മോഹൻ സിതാര സാറൊക്കെ വന്നല്ലോ, വിജയൊക്കെ വന്ന സമയത്ത് കുട്ടികൾ വന്ന് പാടാൻ നിൽക്കുമ്പോൾ
എല്ലാവർക്കും ഉള്ളിൽ നമ്മളുടെ മക്കളാണല്ലോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, ശബ്ദിക്കാതെ നിൽക്കും. അപ്പോൾ ആ ഒരു നമ്മളൊരു പേരൻറ്റിങ്, ഒരു പേരൻസിൻ്റെ, ഒരു രക്ഷിതാവിൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസ്, ആ ഉള്ളിലുള്ള ഇമോഷൻസൊക്കെ ഈ 4 പേർ എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലുണ്ടായിരുന്നു. മുഖത്ത് വന്നോന്നറിയില്ല. പക്ഷേ ഈ 3 പേരുടെ ശ്രീകുട്ടൻ ചേട്ടനൊക്കെ ശബ്ദിക്കാതെ നിൽക്കും, നീങ്ങി നിൽക്കും, എന്താ നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കാത്തത്? ഒരു അച്ഛൻ്റേതായിട്ടുള്ള എല്ലാവിധ ഫീലിങ്ങും എല്ലാവർക്കും ഉണ്ടായിരുന്നു, അച്ഛനമ്മമാരുടെ. അത്രയും നിങ്ങളെ കെയർ ചെയ്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഇത്രയും അടുപ്പവും കോൺഫിഡൻസും വരാൻ കാരണം. ആ ഒരു കോൺഫിഡൻസ് ഉടനീളം മോളുടെ പെർഫോമൻസിലുണ്ടായിരുന്നു. അതൊക്കെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഹിപ്പ് മൂവ്മെന്റ്സ് ഒക്കെ ഇല്ലേ തുടങ്ങുമ്പോഴൊക്കെ ഉള്ളത്, അതൊക്കെ ഗംഭീരമായിരുന്നു. ശരിക്കും ഒരു പ്രൊഫഷണൽ ഡാൻസർ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഒരു പാട്ടാണോ ഡാൻസ് ആണോ എന്താണ് പെർഫോമൻസ്, എന്താ ശ്രദ്ധിക്കേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ യു ആർ എ ഓൾറൗണ്ടർ എന്ന് പറയാം കേട്ടോ. യു ആർ എ ഗ്രേറ്റ് പെർഫോമർ. ചെറിയ വാവയാണെന്നറിയാം. അപ്പം ഇനി കുറേ ഇങ്ങനത്തെ പെർഫോമൻസ് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. മോള് ഗംഭീരമായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പോൾ വൈഗ കുട്ടിക്ക് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 7.75. താങ്ക് യു സർ. വൈഗ മോൾക്ക് ഞാൻ തരുന്ന മാർക്ക് അതിനേക്കാളും 1 മാർക്ക് കുറവാണ്, 6.75. താങ്ക് യു സർ. വൈഗ കുട്ടിക്ക് മധുവെങ്കിൽ തരുന്ന മാർക്ക് 7.5. താങ്ക് യു സർ. എത്രയാണ്? 22. So out of 30 you got 22 marks and the താങ്ക് യു grade സർ. അപ്പോൾ 22 മാർക്സ് കിട്ടിയ വൈഗയ്ക്ക് കിട്ടുന്ന ഗ്രേഡ് ആണ് A++. Wow. താങ്ക് യു സർ. അടി ഒരു പാൽപ്പൂക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded A++. Wow. താങ്ക് യു സർ. Wow. 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 താങ്ക് യു. അപ്പോൾ വൈഗാലക്ഷ്മിയുടെ നമ്മൾ പാട്ടും കുറേ പെർഫോമൻസും കുറേ ഡയലോഗുകളും ഒക്കെ നമ്മൾ കേട്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും വേഗം തന്നെ നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വൈഗയ്ക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സൗന്ദര്യ വിരുന്നിന് അഴകൊരുക്കാനെത്തുന്നു നമ്മുടെ സ്വന്തം കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 ഒരു സുഖം. സുഖം, ഭയങ്കര സുഖം. ആ ഭയങ്കര സുഖം. ഒന്നുമില്ല, ഒന്നുമില്ല, എന്നാലും നല്ല സുഖം. നല്ല സുഖമാണ്. കാരണം ഞാൻ പറയട്ടെ കാരണം. ആ സ്കൂളിലൊന്നും പോണ്ട, അധികം ഒന്നും പഠിക്കണ്ട, അതല്ലേ കാരണം. അതൊരു സുഖമാണ്. ആ അതൊരു സുഖമാണ്. പിന്നെ ഇവിടെയൊക്കെ വരാ, പാടുക, ഫ്രണ്ട്സിന്റെ കൂടെ തകർക്കുക, അതൊക്കെ തന്നെ ഒരു കാര്യം. അതെ. പക്ഷെ ഹോംവർക്ക് ഒക്കെ എങ്ങനെയാ? അപ്പൊ ഹോംവർക്ക് ഇടയ്ക്കൊക്കെ എഴുതും, ഇടയ്ക്കൊക്കെ എഴുതും, ഒരു സമയം കിട്ടുമ്പോ എഴുതും. അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് എന്താ കൃഷ്ണജിത്തിന്? മലയാളം. ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിനാണോ? മാത്സിന് കുറച്ച് കുറവുണ്ടാവും. മീനുട്ടി ഇത്തിരി നീങ്ങുന്നോളൂ. ബാക്കി എല്ലാത്തിനും ഒരേ ലെവലില് മാർക്ക് കിട്ടും. അല്ല കേട്ടില്ല. മലയാളത്തിനും ബാക്കി ഏകദേശം സബ്ജക്റ്റിനും ഏകദേശം ഒരേ മാർക്ക്. ഏറ്റവും നല്ല മലയാളം. മലയാളം ഇഷ്ടം. മലയാളത്തിൽ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനല്ല, പറ്റും. നമ്മുടെ ഭാഷ. അപ്പം മീനൂട്ടി ഒന്ന് വർണ്ണിച്ച് മലയാളത്തിൽ. കാസർഗോഡ് ഭാഷയിൽ, കാസർഗോഡ് ശൈലിയിൽ പറയും. മീനാക്ഷി ചേച്ചി എന്താ ഭയങ്കര സുന്ദരിയെ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളുടെ ഭാഷയിൽ, കാസർഗോഡ് ഭാഷ. എന്നോട് എന്തെങ്കിലും ചോദിച്ചു, അത് ഞാൻ ഇങ്ങനെ എന്റെ ഭാഷയിലേക്ക് കണ്ടിട്ട് മോനെന്ത് തോന്നുന്നു? ചേച്ചീനെ കാണാൻ നല്ല പാങ്ങുണ്ട്. പാങ്ങോ? നല്ല പാങ്ങുണ്ട്. അതിനെ പറ്റി ഞാൻ പിന്നെ പറയാം. പിന്നെ ചേച്ചി എവിടാ താമസിക്കുന്നത്? അതറിയില്ല.
ചോദിച്ചാ മതി, ചോദിക്കാനാ പറഞ്ഞത്. ആ എവിടെ വീട്? വീട് പാല പാതുവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വീട്. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അത്? എനിക്ക് ചിക്കനും ഒക്കെ ചിക്കൻ ഇഷ്ടം. അപ്പൊ മറ്റേ പക്ഷിപ്പനിയല്ലേ, അപ്പൊ ചിക്കൻ തിന്നാറുണ്ടോ? ഇല്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ തിന്നുന്നില്ല. ശരി. മീനുട്ടി കാസർഗോഡ് ഭാഷയെ തിന്നുന്നില്ലാന്ന് എനിക്കെന്തോ പറ്റി. എനിക്കെന്തോ പറ്റി. അടുത്ത ഒരു കാര്യം ചോദിക്കും, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നല്ലോണം പഠിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ട്. കുഴപ്പമില്ല, നിങ്ങളെയൊക്കെ പോലെ പോകുന്നു. എന്നെ പോലെ എന്നെ പോലെ പോകണ്ട. എത്രാം ക്ലാസ്? എത്രാം ക്ലാസ്? എത്രയിൽ പഠിക്കുന്നു? കണ്ടെത്രലാന്ന് തോന്നുന്നു. എത്രയിൽ പഠിക്കുന്നേന്ന്? കണ്ടെത്രലാന്ന് തോന്നുന്നു. 10ല്. ഞാൻ കാണിച്ച ഇവിടുന്ന് 12 അതെനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ എടുക്കാന്ന്. വേണ്ട, അതെന്തിനാ? അവൻ കറക്റ്റ് പറഞ്ഞു. +2 ആണ് മോനെ ശരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഒന്ന് കണക്ക് കൂട്ടി. 4 വർഷമായി കാണും. 2, 3 3 3 വർഷമായി. അപ്പൊ ഞാൻ എത്രയിലായിരുന്നു? 7-ലോ എന്തോ ആയിരുന്നു. അല്ല, ഇനി വേണമെങ്കിൽ പറയാം. 2050 കണക്ക് ഇവിടെ തെറ്റിക്കില്ല. അതെ, അവിടെയും തെറ്റിപ്പോയി. 6-ലായിരുന്നല്ലേ? 8-ലടാ. 8, 9, 10. 8. അതെ ശരി. അപ്പൊ എത്ര വയസ്സിലാ വന്ന്? 13. 12. അല്ല, നിനക്ക് എത്ര വയസ്സിൽ വരണം? 13, 12 വന്നാ മതി. അപ്പൊ നമ്മളത് ഉറപ്പിച്ചു. 13 സെറ്റ്. 13. അല്ല, ഇപ്പൊ മീനുട്ടിക്ക് 13 വയസ്സേ ഉള്ളൂ. അല്ല, ഞാൻ വന്നത് 13 വയസ്സുള്ളപ്പോഴാന്ന് പറഞ്ഞ. അപ്പൊ മോനെ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ സാറും ചിത്രാമ്മയും കൂടി പാടിയ മന്ദാര ചെപ്പുണ്ടോ. ജോൺസൺ മാഷ്, കൈതപ്രം, മോഹൻലാല്, സിബി മലയിൽ, ഇവരെല്ലാം ഓർക്കുന്നു. മനോഹരമായിട്ടുള്ള ഗാനം. ഒറ്റയ്ക്ക് പാടുക? അതെ സാർ. ഒരു പാർട്ട്ണർ വേണ്ടേ പാടാൻ? ജസ്റ്റ് ആ വാത്സല്യം എന്നുള്ള ഭാഗവും അതെ സെയിം ചരണവും അവിടെ കോറസ് ഉണ്ട്. ദശരഥം അല്ലേ? അതെ. വലിയ ഹിറ്റായ പടമായത്. അത് പടം കണ്ടു കഴിഞ്ഞാൽ ഈ പാട്ട് കൂടുതൽ നമുക്ക് കൊള്ളും. അപ്പോൾ ഇതിൻ്റെ റീ റെക്കോർഡിങ്ങിൽ ജോൺസൺ മാസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്. ഈ പാട്ട് തന്നെയാണ് ആ പടത്തിൽ മിക്ക സ്ഥലത്തും വരുന്നതും. കണ്ണ് നിറയുന്നത് ഈ പാട്ടിൻ്റെ ട്യൂൺ ക്ലൈമാക്സിൽ വായിക്കും. ഒരു ഡയലോഗുണ്ട് അതിൽ, ഞാനൊന്ന് അമ്മയെ വിളിച്ചോട്ടെ, അമ്മയെന്ന് വിളിച്ചോട്ടെ, മാഗിയെ ഞാനൊന്ന് അമ്മയെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഈ പാട്ടങ്ങ് വരും. അതൊരു വളരെ ടച്ച് ചെയ്യുന്നൊരു മൊമെൻറ്റ്. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നു. എന്തായാലും മോൻ്റെ പാട്ടിൽ അതെല്ലാം നന്നായിട്ട് ഓർക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ. അതായത് അത്രയും ക്ലീൻ ആയിട്ട് തന്നെ പാടാൻ വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കൃഷ്ണു, സാർ. കിടു, താങ്ക് യു സാർ. നന്നായിട്ട് പാടും. താങ്ക് കാരണം യു. ഇത് ഡി ആണ് ഇതിന്റെ സ്കെയില്. ആ, അവൻ ഒരു ഘട്ടം കുറച്ചു, എന്നാലും നല്ല ഫീലുണ്ടായിരുന്നു പാടി. താങ്ക് യു സാർ. 1-2 സ്ഥലം മാത്രം അത് കുറച്ച് പ്രയാസമാണ്. ആ സ്ഥലം ഒഴുക്കിയെടുക്കണം. ആ, നനി നനി താനി നീനി ആ പാടിക്കേ. തളിരിട്ട താഴ്വരകൾ താലമേന്തവേ ഏരിയിലാണ്. തണുവണി കൈകളുള്ള അത് കുറച്ചുകൂടെ ഒഴിക്കാൻ നന്നായിരിക്കും. പക്ഷെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇത് പാടുമ്പോഴത്തേക്ക് ഇവിടെ ഗാനമേളയ്ക്ക് ഇപ്പം കഴിഞ്ഞ കോവിഡ് വരുന്നതിന് മുമ്പ് പാടിക്കൊണ്ടിരുന്നപ്പം കുറച്ചൊക്കെ ഇമ്പ്രവൈസ് വരുന്നു. എൻ്റെ സ്വന്തം പാട്ടാകുമ്പോൾ ഞാൻ പാടിയതാകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ വിട്ടുതരും. കാരണം എന്തായാലും അവൻ പാടിയതല്ലേ, കുറച്ച് പാടിക്കോട്ടെ എന്ന് പറയും. അപ്പം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ അത് പാടിയോ? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. അത് അവിടെ കയ്യിൽ വാർമതിയേ. വേണ്ട, പിന്നെ പഠിപ്പിക്കാൻ. ശ്രീകുട്ടൻ ചേട്ടാ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ളതാണ്. ഈ മക്കളൊക്കെ പാടുമ്പോൾ ഇപ്പം ലെജൻസ് ആയിട്ടുള്ള ദാസേട്ടനും ശ്രീകുട്ടൻ ചേട്ടനും ഒക്കെ പാടിയിട്ടുള്ള പാട്ടുകളും മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തു വെച്ച പാട്ടുകളാണ് ഇവരൊക്കെ പാടുന്നത്. അപ്പോൾ ചില സംഗതികൾ ഇവർ എക്സാക്ട്ലി അങ്ങനെയല്ലാതെ കുറച്ച് ഇംപ്രവൈസ് ചെയ്ത് സംഗതികളുടെ, അതായത് രാഗമൊന്നും മാറാതെ കുറച്ച് കയറി ഇറങ്ങി പാടിയാൽ അതിൽ തെറ്റുണ്ടോ? അതായത് ഈ സ്ഥാനത്ത് വേണം ഇത് കൊടുക്കാൻ. കാരണം ഒരു കമ്പോസർ ചെയ്തിരിക്കുന്ന ജോൺസേട്ടൻ ഇപ്പം ഞാൻ ഈ പാടിയത് കേട്ടുകഴിഞ്ഞാൽ ജോൺസേട്ടൻ പറയും വേണ്ട കേട്ടാ മറ്റേത് മതി എന്ന് പറയും. പാടി വെച്ചിരിക്കുന്നതിൽ നിന്ന് കാരണം ഒരു കമ്പോസർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ചിന്തയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടത് നമ്മുടെ ഭാവവും അതുപോലെ തന്നെ എന്താണ് റെൻഡറിങ്, അതിൻ്റെ ഒരു ശബ്ദത്തിൻ്റെയും ഒക്കെ ഒരു മേന്മയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇംപ്രവൈസ് ചെയ്യുന്നതിൻ്റെ അളവാണ് പ്രശ്നം. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ആസ് എ മ്യൂസിക് ഡയറക്ടർ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്തും ഒരു സിംഗർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ച ചോദ്യം അവിടെ ചോദിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കിയ കറക്റ്റ് സാധനം തന്നെ സിംഗർ പാടണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചില സമയത്ത് അത് വരാറില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കടുപിടുത്തം പിടിക്കില്ല. കാരണം ഫീല് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അദ്ദേഹം പാടിയത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾ തന്നില്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കില്ല. കാരണം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഫീല് കിട്ടുന്നുണ്ടോ. ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ദിസ് ഇസ് ഗുഡ്, ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. അപ്പോൾ നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യും, വിച്ച് ഇസ് ഓൾസോ സംടൈംസ് മൈറ്റ് ബി ബെറ്റർ, നോട്ട് ഓൾവേസ് ജസ്റ്റ് ഗുഡ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളത് ഫീൽ വെച്ച് പോവാൻ. എന്തുകൊണ്ടാണ് ഇത് ഫീൽ വെച്ച് ഓക്കെ ആവുന്നത്? ബിക്കോസ് അതൊരിക്കലും പാട്ടിനെ ഡാമേജ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെ കുട്ടികൾ പാടുമ്പോഴും നോക്കുന്നത്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ സംഗതി കുറച്ച് മാറിപ്പോയാലും ഞാൻ അതിൻ്റെ മുകളിൽ എനിക്ക് കംപ്ലയിൻ്റ് ഇല്ല. കാരണം ഞാൻ ആ മ്യൂസിക് ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം സംഗതിനേക്കാളും എനിക്ക് ആ പാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷേ ആസ് സിംഗേഴ്സ് അവർ പ്രസിഷൻ നോക്കുന്ന എന്തുകൊണ്ടാണ്? കാരണം അവർ പാടിയിരിക്കുന്ന ചില പാട്ടുകൾ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യും ഇത് തന്നെ വേണമെന്ന്. അപ്പോൾ അത് അവർക്കറിയാം. എസ്പെഷ്യലി രാജാ സാർ അതുപോലെ തന്നെ പാടാൻ സമ്മതിക്കുള്ളൂ. ഒരു അണുവീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കില്ല. അപ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ട് പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെയും അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നും വരുമ്പം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ആക്യുറേറ്റ് ആയിട്ട് അത് തന്നെ പാടണം. ഇംപ്രവൈസ് ചെയ്താൽ ഇതല്ലല്ലോ ഒറിജിനൽ എന്ന് പറയും. ഇതിൽ രണ്ടിൽ ഏതാ ശരി ഏതാ തെറ്റെന്നില്ല, ഒരു ആവറേജ് വെച്ച് പോവുക. ചില സമയത്ത് കുറച്ച് ഇംപ്രവൈസ് ചെയ്താലും പാട്ടിനെ നോവിച്ചില്ലെങ്കിൽ പെർമിറ്റബിൾ. എൻ്റെ പോയിന്റിൽ ഇറ്റ് ഇസ് പെർമിറ്റബിൾ. പക്ഷേ ഈ സംഗതി ഡീറ്റെയിലിംഗ് നോക്കുമ്പോഴാണ് ആ സംഗതി ഇതിൽ വന്നില്ലല്ലോ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻസ്. അത് മോൻ്റെ ലക്ക് പോലെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് റഹ്മാൻ സാർ ഇതുപോലെ പല രീതിയിൽ പാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കും, ഇംപ്രവൈസ് ചെയ്ത് പല രീതിയിൽ പാടിപ്പിക്കും, എന്നിട്ട് അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഓർക്കസ്ട്രയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസീഷ്യൻ വന്ന് എന്തെങ്കിലും സംഭവം നാദസ്വരോ അല്ലെങ്കിൽ സാക്സഫോണോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹം ആ പാട്ടിലുള്ളത് പോലെ തന്നെ രാഗം ഒക്കെ പല രീതിയിൽ വായിപ്പിക്കും. എന്നിട്ട് അത് സ്റ്റോക്ക് ചെയ്ത് അത് അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും പാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ പേയ്മെൻറ്റ് ആ മ്യൂസീഷ്യൻസിന് അയച്ചു കൊടുക്കും. മ്യൂസീഷ്യൻസ് അറിയുപോലുമില്ല അതെന്തിൻ്റെ ഒരു പേയ്മെൻറ്റ് വീട്ടിലേക്ക് വന്നിരിക്കുന്നു, ഇതെന്തിൻ്റെയാ എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ
പറയും, അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഇത് അന്ന് വായിച്ചില്ലേ, അത് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ പാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻ്റ് ആണ് എന്ന് പറയും. പിന്നെ വിദ്യാസാഗർ സാറ് നമ്മളെ കൊണ്ട് പല രീതിയിൽ പാടിപ്പിക്കും. എന്നിട്ട് നമ്മളെന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇருக்கு മധു, നല്ല ഇருக்கு വച്ചിக்கலாம் എന്ന് പറയും. രാജാ സാറാണെങ്കിൽ കുറച്ച് പോലും കൂടെ വേറെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഓരോരോ രീതി. എന്തായാലും ടോട്ടലി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് മോനായിട്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ്. വെരി ഗുഡ്. കൃഷ്ണജിത്ത് സാർ, മോൻ ഇന്ന് ഈ പാട്ട് പാടിയപ്പോൾ അങ്കിളിന് മനസ്സിലാക്കാൻ പറ്റിയത്, മോൻ ഈ പാട്ട് ശരിക്കും ഉൾക്കൊണ്ടാണ് പാടിയിട്ടുള്ളത്. അതായത് ശരിക്കും ട്യൂൺ പഠിക്കുകയല്ല ചെയ്തത്, മോൻ അത് ശരിക്കും ആസ്വദിച്ച് ഹൃദയത്തിൽ നിന്നാണ് മോൻ അത് റെൻഡർ ചെയ്തത്. അതിന് വലിയൊരു കയ്യടി ആദ്യം. കാരണം ഇതുപോലത്തെ പാട്ട് ശരിക്കും മനസ്സിലാക്കി പാടിയാലേ അല്ലെങ്കിൽ ഉൾക്കൊണ്ട് പാടിയാലേ അത് ജനങ്ങൾ വരെ എത്തിക്കാൻ പറ്റും. അത് നമ്മുടെ കാത് വരെ എത്തിയിട്ട് കാര്യമില്ല, ഈ പാട്ട് ഹൃദയം വരെ എത്തണം. അത് മോൻ്റെ തൊണ്ടയിൽ നിന്നല്ല എത്തേണ്ടത്, മോൻ്റെ ഹൃദയത്തിൽ നിന്നും കേൾക്കുന്ന ആളുടെ ഹൃദയത്തിലേക്കാണ് എത്തേണ്ടത്. അതാണ് മോൻ ഇന്നിവിടെ വളരെ നന്നായിട്ട് ചെയ്തത്. പിന്നെ ഓഫ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷേ ഇവിടെ വന്ന കൃഷ്ണജിത്ത്, വരുമ്പോൾ ഉണ്ടായ കൃഷ്ണജിത്തില്ലേ, ആ കൃഷ്ണജിത്തിൽ നിന്നും ഈ കൃഷ്ണജിത്തിലേക്ക് ഇത്രയും കുറച്ച് സമയത്ത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതിന് മോന് വലിയൊരു അപ്ലോസ് ആണ് തരുന്നത്. ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമല്ല മോൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മോൻ്റെ അടുത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കുറേ കഴിഞ്ഞിട്ടായിരുന്നു ഇന്ന് ഈ മന്ദാരം ചെപ്പുണ്ടോ പാടിയ സ്റ്റാൻഡേർഡ്. അത് ഇത്രയും പെട്ടെന്ന് മോൻ ചെയ്യണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് മോൻ ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കിട്ടി. അതിന് അങ്കിൾ എപ്പോഴും മോൻ്റെ ഒരു വെൽവിഷറായിട്ട് ഇനിയും ഇതേപോലത്തെ നല്ല ക്വാളിറ്റി സോങ്സ് കൊണ്ടുവരാൻ വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു കൃഷ്ണകുട്ടി സാർ. നന്നായിരുന്നു, താങ്ക് യു സാർ. വളരെ നല്ല സെലക്ഷൻ. എനിക്ക് ശ്രീകുട്ടൻ പാടിയതിൽ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. നല്ല എക്സ്പ്രഷൻസ് കൊടുത്ത് മോൻ പാടി. എനിക്ക് തോന്നുന്നത് ചില സ്ഥലത്ത് മാത്രം ചില ഫ്ലോ, അത് ശ്രീകുട്ടനങ്ങൾ ചില സ്ഥലങ്ങളിൽ പറഞ്ഞു. എനിക്ക് തോന്നിയത് രാപ്പാടിയേകും നാവിറ്റ്, ആ ഫസ്റ്റ് അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ഫസ്റ്റ് 2 ലൈൻസ് ഏതെങ്കിലും ഒരെണ്ണം പാടാമോ? ഇത്തിരി ശ്രുതി കുറഞ്ഞു പോകുന്നുണ്ട്, ഒന്നുകൂടി. ഇത് ടേക്കിലും ഉണ്ടായിരുന്നു ചെറുതായിട്ട് കേട്ടോ. പാടിക്കോളൂ. അത് കണക്ട് ചെയ്തല്ലേ പാടിയേക്കണേ ശ്രീകുട്ടൻ ചേട്ടാ? ആദ്യത്തെ കട്ട് ചെയ്ത് രണ്ടാമത്തെ ചേർത്ത പാടിക്കണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണോ? എനിക്ക് തോന്നി, അതായത് ചോദിക്കാൻ കാരണം. പിന്നെ ഈ പറഞ്ഞ 2 സ്ഥലത്തും അനുപല്ലവിയിലും ചരണത്തിലും കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു ഈ ഭാഗം, കറക്റ്റ് ശ്രുതിയിലായിരുന്നില്ല കേട്ടോ, ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാടിപ്പിച്ചപ്പോഴും അതുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. നല്ല എക്സ്പ്രഷൻ കൊടുത്ത് പാടി. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മോന്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇനിയും പാട്ട് മെച്ചപ്പെടുത്തി എടുക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. കൃഷ്ണജിത്ത് മോനെ, ഈ സിനിമ ദശരഥം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എല്ലാത്തിലും വലുത് അമ്മയാണെന്ന് പറയുന്നൊരു സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് അമ്മയാണല്ലേ? മോനും അമ്മയായിരിക്കുമല്ലോ അല്ലേ ഏറ്റവും പ്രിയപ്പെട്ടത്? മോന് മാത്രമല്ലേ, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അമ്മ തന്നെയാണ്. ഒരു സറോഗേറ്റ് മദറിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ലാലേട്ടൻ ജീവിച്ചൊരു സിനിമയാണ്. എൻ്റെയൊക്കെ എത്രയോ വർഷം കഴിഞ്ഞെങ്കിലും ഓരോ വിഷ്വൽസും ഇങ്ങനെ ഓർമ്മയുണ്ട്. ഒരു കുഞ്ഞുവാവ ഉണ്ടായിട്ട് അതിന് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ്. രേഖയ്ക്ക് ലാലേട്ടൻ തിരിച്ച് ആ വാവയെ തിരിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ്. സോങ് സിറ്റുവേഷൻസൊക്കെ വളരെ മെമ്മറബിളാണ്. മോൻ വളരെ മനോഹരമായിട്ട് പാടി. എല്ലാ അർത്ഥത്തോടു കൂടി ഹൃദയത്തിൽ നിന്നാണ് പാടിയതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എനിക്കെപ്പോഴും മോൻ ഗംഭീരമായിട്ട് പാടുന്നു തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കറക്റ്റ് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ജഡ്ജസാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയും ഗംഭീരമാവട്ടെ. ഈ സിനിമയുടെയും ആ ചിത്രത്തിലെ പാട്ടിൻ്റെ സിറ്റുവേഷൻസിൻ്റെ ഒക്കെ ഫീല് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ചെറിയ ആളല്ലേ പാടുന്നത്. ഓൾ ദ ബെസ്റ്റ് കേട്ടോ മക്കളെ. താങ്ക് യു. കൃഷ്ണുവിന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 8.5. താങ്ക് യു സാർ. കൃഷ്ണജിത്ത്
സാർ. Again, 8.5. താങ്ക് യു സാർ. കൃഷ്ണജിത്ത് സാർ. 8.25. താങ്ക് യു സാർ. 25.25. ആഹാ കറക്റ്റ്. മീനുട്ടി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ. മീനുട്ടി എവിടോ എത്തി അല്ലേ? ഇനിയിപ്പോ അവിടെ പാലയിലൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങിയാലോ? ഞാൻ ആലോചിക്കുന്നു, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അതായത് മീനുട്ടി മാത്തമാറ്റിക്സ് പ്രൊഫസർ. 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ കാണാറില്ല. മാത്സിന് ഫുൾ മാർക്ക് 10ാം ക്ലാസ്സിൽ. ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഫ്രാൻസിസും സ്റ്റുഡൻസ്. സെറ്റാ. മോന് കിട്ടിയിരിക്കുന്ന മാർക്ക് 25.25, അതായത് 2525 ഔട്ട് ഓഫ് 30. താങ്ക് യു സാർ. 25.25 കിട്ടിയ മോന് വരുന്ന ഗ്രേഡ് ഏതാണ്? എനി ഗസ്? നോ. A extreme. താങ്ക് യു സാർ. അടിലോനപ്പ ഒരു കൃഷ്ണപ്പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A extreme. താങ്ക് യു സാർ. കൃഷ്ണജിത്തിന്റെ പാട്ട് കേട്ടു. അപ്പൊ എല്ലാവരും പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് കൃഷ്ണജിത്തിന് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ കൃഷ്ണു സന്തോഷായില്ലേ? സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. അതെന്താ എക്സ്ട്രീം കിട്ടിയെന്നറിയോ? പാങ്ങുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതാ സംഭവം. ഓക്കെ, അല്ല അത് ഓർമ്മിപ്പിച്ച നന്നായി. ഈ പാങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്നറിയോ? വെറും വൃത്തികെട്ട സാധനം ആണ്. ഞങ്ങളുടെ നാട്ടിൽ അരിപ്പാട്ടൊക്കെ എങ്ങനെയാ പറയും? ഈ പെണ്ണിനെ കണ്ടിട്ട് ഒരു പാങ്ങില്ലല്ലോ എന്ന് പറയും. പാങ്ങില്ലല്ലോ എന്നല്ലേ പറഞ്ഞ, പാങ്ങുണ്ടല്ലോ എന്ന് പറയുമ്പോ പാങ്ങെന്ന് പറഞ്ഞാൽ ഒരു കഴമ്പില്ലല്ലോ എന്ന്. ഇല്ല, പാങ്ങില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പാങ്ങിന്റെ അർത്ഥം എന്താ? സൗന്ദര്യം. ഇല്ലല്ലോ. വീണ്ടും ഒരു ബോർഡൂടെ. മീനുട്ടി ജനറൽ നോളജ് പ്രൊഫസർ. ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുന്നു? മാറ്റി മാറ്റി. ഓക്കെ. ജഡ്ജസ്, ഇന്ന് നമ്മുടെ കൂടെ കരുനാഗപ്പള്ളി ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ടീച്ചേഴ്സാണ് ഓഡിയൻസ് ചോയ്സിൽ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവരെ ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം ചെയ്യാം. സോ വെൽക്കം. ഹലോ, എങ്ങനെയുണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ട്യൂഷൻ മേഖല സാറിന് അറിയാലോ, ലോക്ക്ഡൌൺ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു മേഖലയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഗവൺമെന്റ് അനുമതി തന്നത് തുറക്കാൻ. നിങ്ങളൊക്കെ അധ്യാപകന്മാരാണോ? അതെ സാർ, അതെ സാർ. കണ്ടു കഴിഞ്ഞാൽ അടിപൊളി വിദ്യാർത്ഥികളെ പോലെ തന്നെ ഉണ്ട്. എന്ത് തോന്നുന്നു? ടോപ്പ് സിംഗർ കണ്ടിട്ട് ഇഷ്ടാവാറുണ്ടോ? കഴിഞ്ഞ സീസൺ മുതലേ ഞങ്ങൾ ടോപ്പ് സിംഗറിന്റെ വലിയ ആരാധകരാണ്. ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ടോപ്പ് സിംഗർ. നമ്മുടെ വീടുകളിലുള്ള ഈ മുതിർന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് വളരെയധികം ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഇന്ന് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ആരുടെ പാട്ടാ കേൾക്കണ്ടേ നമ്മുടെ ഇവിടെ ടോപ്പ് സിംഗറില്? ഞങ്ങളുടെ ഒരു നാട്ടുകാരി അവിടെ പാടുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അസ്നയുടെ പാട്ട് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് ആരാധകർ അസ്നയ്ക്ക് ഞങ്ങളുടെ ചാപ്പിളും തഴവ കരുനാഗപ്പള്ളി പ്രദേശത്ത് ഒരുപാട് ആരാധകരുണ്ട്. കേരളത്തിൽ മുഴുവൻ അദ്ദേഹത്തിന് ആരാധകരെ കിട്ടട്ടെ, ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അസ്നെ വിളിക്കും. വെൽക്കം അസ്ന കുട്ടി. എല്ലാവർക്കും സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അസ്നയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും എന്നോടൊപ്പം വേണം. അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാ എപ്പിസോഡും കാണണം. അപ്പൊ അസ്നയുടെ പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ അസ്നക്കുട്ടി ഏത് പാട്ടാ പാടി കൊടുക്കണേ? ഞാൻ മോഹമുന്തിരി പാടിക്കൊടുക്കാം. चांद की चिड़िया
മധുക്കളെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അനുവാദമില്ലാതെ അകത്തു വന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, കാലും കൂടമെടുത്ത് അഴഹാ പൂമ്പട്ടൊടുത്ത് മച്ചം മച്ചം മച്ച എന്നെ കണ്ടാൽ. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. അനുവാദമില്ലാതെ അകത്തു വന്നു. അപ്പൊ ബെസ്റ്റ് പെർഫോമറും ഗിഫ്റ്റും മാത്രമല്ല, ശ്രീനന്ദിന് ഒരു കാര്യവും കൂടെ ഉണ്ട്. നമ്മുടെ ഫ്ലോറിൽ ഒരു പാട്ടും കൂടെ എല്ലാവർക്കും വേണ്ടി പാടി കൊടുക്കാം. പാടാൻ നോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും